വിദ്യാർത്ഥികൾക്കും പുതിയതിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിന്റെ ഭാഗമായി അഡ്മിഷൻ സമയത്ത് കയ്യിൽ കരുതേണ്ട രേഖകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറയാൻ പോകുന്നു. നമുക്ക് നോക്കാം. ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട്, നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചുള്ള പ്രിന്റ് ഔട്ട്, രജിസ്ട്രേഷൻ ഫീ, യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ എന്നിവ ഓൺലൈനായി അടച്ച പ്രിന്റ് ഔട്ട്. അതായത് രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് ജനറൽ വിഭാഗത്തിന് 600 രൂപയും SC/ST വിഭാഗങ്ങൾക്ക് 300 രൂപയും. യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത് സർവകലാശാല അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത് എത്രയാണ്? 1035. ജനറൽ വിദ്യാർത്ഥികൾക്ക് 1035, SC/ST വിഭാഗങ്ങൾക്ക് 960. യോഗ്യതാ പരീക്ഷയുടെ അസൽ മാർക്ക് ലിസ്റ്റ്, നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റാണ്. ജനനതീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അത് SLC മതിയാകും. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, അതായത് TC ആൻഡ് CC. പിന്നെ കോഴ്സ് ആൻഡ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, അത് TC ആൻഡ് CC ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അസൽ കമ്മ്യൂണിറ്റി, അത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. SC/ST വിഭാഗങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അത് കമ്മ്യൂണിറ്റി കാസ്റ്റ് തെളിയിക്കുന്ന ഏതെങ്കിലും വിദ്യാഭ്യാസ രേഖ. OEC വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. EWS ഉണ്ടെങ്കിൽ അതുള്ള വിദ്യാർത്ഥികൾ ഹാജരാക്കണം. നോൺ ക്രിമിനലറി സർട്ടിഫിക്കറ്റ്, SC/BC വിദ്യാർത്ഥികളാണ് നോൺ ക്രിമിനലറി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്. ഗ്രേസ് മാർക്കിന് എന്തെങ്കിലും തരത്തിലുള്ള അർഹത ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ NSS ഉണ്ട്, അത് NCC ഉണ്ട്, അത്. പിന്നെ റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ്, അത് ബോർഡ് ഓഫ് കേരള, അത് HSC, VHSC, THSC, NIOS, കേരള ലിറ്റററി മിഷൻ, CBSE, CISE. ഈ ബോർഡുകളിൽ നിന്നല്ലാതെ മറ്റേതെങ്കിലും ബോർഡുകളിൽ നിന്നാണ് നിങ്ങൾ +2 പാസ്സായെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി നൽകുന്ന ഒരു റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാണ്. നേറ്റിവിറ്റി തെളിയിക്കുന്നതിൽ 2 രേഖ, SLC ആധാർ മതിയാകും. അപേക്ഷയിൽ കൊടുത്തിരിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് അപേക്ഷയിൽ മറ്റ് ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. എസ്പെഷ്യലി PWD, ഇപ്പം എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളൊക്കെ ഉള്ള കുട്ടികൾക്ക് അത് തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ്. അപ്പോൾ പുതിയ കാണുന്നൊരു മിസ്കൃത ഫോൺ ബൈ.